തിരുവനന്തപുരം മണ്ണന്തലയിൽ നാടൻ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് സ്ഥലത്ത് ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും. കസ്റ്റഡിയിലെടുത്ത 2 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. എന്താണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലുള്ള ലക്ഷ്യമെന്നറിയാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഈ കാണുന്ന ഈ ഇടത്ത് വെച്ചാണ് നാൽവർ സംഘം നാടൻ ബോംബ് നിർമ്മാണം നടത്തുന്നത്. ഈ മണ്ണന്തലയിലെ ഉയരംകൂടി ഈ കുന്നിൻ്റെ മുകളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുന്നത്. പിന്നാലെ തന്നെ ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ 4 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. നിലവിലിപ്പോൾ ഈ 2 കൈപ്പത്തിയും അറ്റുപോയ 17 വയസ്സുകാരനായ ഒരാളും അഖിലേഷ് എന്ന മറ്റൊരാളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മറ്റു 2 പേരെ ശരത്ത്, കിരൺ എന്നിവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം മീനിനെ പിടിക്കാനായാണ് ഇത്തരത്തിൽ നാടൻ ബോംബ് നിർമ്മിച്ചത് എന്നതാണ്. ഏതായാലും പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസ് പറയുന്നത് ഈ 4 പ്രതികളും പലയിടങ്ങളിലായി പല കേസുകളിലെ പ്രതിയാണ് എന്നതാണ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ചില കേസുകളുണ്ട്, വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട്, വണ്ടി മോഷണം അടക്കമുള്ള ചില കേസുകളിൽ ഇവരൊക്കെ തന്നെയും പ്രതികളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് കഴിഞ്ഞ ദിവസം ഇവരുടെ ചിലരുടെ വീട്ടിൽ ചില അന്വേഷണങ്ങളടക്കം നടക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ, ഇനി പോലീസ് ആയിരുന്നോ ലക്ഷ്യം എന്നതടക്കമുള്ള സംശയവും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണവും നിലവിൽ നടത്താനാണ് തീരുമാനം. ഈ 2 പേർ ആണ് കസ്റ്റഡിയിലുള്ളത്. മറ്റു 2 പേരെ കൂടി ചോദ്യം ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് സംഘമുള്ളത്. ഇവിടെ ഫോറൻസിക് സംഘം വന്ന് ഈ പരിശോധന നടത്തിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നൊരു കണക്കുകൂട്ടലിലാണ് നിലവിൽ പോലീസ് സംഘമുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടത്തുന്നതോടുകൂടിയും ഈ 4 പേരെയും ചോദ്യം ചെയ്യുന്നതോടുകൂടിയും കൃത്യമായി എന്താണ് ഈ നാടൻ ബോംബ് നിർമ്മാണത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് സംഘമുള്ളത്.